possibly the greatest footballer ever at the absolute peak of his powers. And then Ronaldo! Oh, look at this, Kevin. It's a brilliant run from Messi. Did he go all the way? Now they turns into trouble. Brilliant footwork. Amazing goal. Messi! Ronaldo! Oh, Messi! What a goal! Not too far out for him. A priceless goal from Lionel Messi. Ronaldo! Unbelievable! Messi shot! Messi! Oh, you beauty! Messi! Who is the best player in the world? കാൽപന്ത് ലോകം മുന്നോട്ട് ഗമിക്കുമ്പോൾ ആരാധകരുടെ ഹൃദയാന്തരങ്ങളിൽ നിന്നും അണപൊട്ടിയൊഴുകുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ പച്ചവിരിച്ച പുൽമൈതാനിൽ ആരാധകരെ ആവേശത്തിലഴിത്താൻ ഫുട്ബോളിൻ്റെ അതികായകരായ മെസ്സിയും റൊണാൾഡോയും ഇനിയും എത്ര നാൾ വരെ? ഇതിഹാസ നായകന്മാർ അവരുടെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തോ ഒരു ശൂന്യത ഞങ്ങളെ കൊത്തി വലിക്കുന്നുണ്ട്. അതിനുമുള്ളിൽ നിന്നും ഇലയെ വലിച്ചെടുക്കും പോലെ എന്ന പ്രയോഗം ഇവിടെ എന്തുകൊണ്ടും അർഹിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാൽപന്ത് ലോകത്ത് ഇവർക്ക് ശേഷം മൈതാന വരയ്ക്കുള്ളിൽ ഇന്ദ്രജാലം തീർക്കാൻ ഒരുപാട് താരങ്ങൾ ഇനിയും പിറവിയെടുത്തേക്കാം. പക്ഷേ തീയിൽ കൊരുത്തത് വെയിലത്ത് വാടില്ലല്ലോ എന്ന് പറയും പോലെ ഇവർക്ക് പകരമാകാൻ അവർക്കാർക്കും സാധിക്കില്ലല്ലോ. അവരുടെ സാന്നിധ്യം എത്രമാത്രം ഓരോ ആരാധക ഹൃദയങ്ങളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നതിന് ഉദാഹരണമാണ് അവർ കരയുമ്പോൾ മനസ്സ് നോവിക്കുന്നതും അവർ ചിരിക്കുമ്പോൾ മതിമറന്ന് നമ്മൾ ആനന്ദിക്കുകയും ചെയ്യുന്നത്. അവർക്കായി എത്ര രാത്രികളെ പകലുകളാക്കി, അവർക്ക് വേണ്ടി എത്ര തവണ വാത്തോരാതെ നമ്മൾ ആർത്തുവിളിച്ചു. അവർക്ക് വേണ്ടി കവലകളിൽ കട്ടൗട്ടുകളും ഫ്ലക്സുകളും വെച്ച് അവർക്കായി ഉറക്കമൊഴിച്ച ദിനരാത്രങ്ങൾ എത്ര മനോഹരമായിരുന്നു. പരാജയത്തിൻ്റെ പടുകുയിൽപ്പെട്ട് ഇനിയൊരു തിരിച്ചറിവില്ലെന്ന് ലോകം വിധിയെഴുതുന്ന സമയം നിങ്ങൾ ഇവരുടെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കുക. ഒരാൾ പോളിയോ ബാധിച്ച കുരുന്നുപാദങ്ങൾ കൊണ്ട് പന്ത് തട്ടാൻ ഇനി കഴിയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതപ്പെട്ട പയ്യൻ ഇന്ന് എവിടെയാണ് എന്നത് നിങ്ങളൊന്ന് കൺതുറന്ന് നോക്കുക. കായിക ലോകത്തിൻ്റെ ആത്മാവിനെയും ഹൃദയമിടിപ്പിനെയും നിയന്ത്രിക്കുന്നത് ഇന്ന് അവൻ്റെ കാൽപാദങ്ങളാണ്. അന്ന് എവിടെയും എത്തില്ല എന്ന് പറഞ്ഞ ആ കാൽപാദങ്ങളാണ് ഇന്ന് പല കോട്ടകളെയും തകർത്തെറിയുന്നത്. പലരും അവർ പഠിച്ച 17 അടവുകളും കളത്തിൽ പയറ്റി നോക്കിയിട്ടും അയാളെ തടയാനുള്ള മാർഗം ഇന്നേ വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. വിധി പോലും അവൻ്റെ മുന്നിൽ വിറച്ചു പോകാൻ കാരണമായതും ഇത് തന്നെയാണ്. എന്നാൽ ഈ മനുഷ്യന് ജന്മം മുതലേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രചോദനമാകാൻ വേണ്ടി ജനനം കൊണ്ടവനാണിവൻ. ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടിയ കുടുംബത്തിന് ഇനിയൊരു കുട്ടിയുടെ ജന്മം കൂടെ താങ്ങാൻ കഴിയില്ല എന്ന് വ്യക്തമായപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ആ കുട്ടിയെ നശിപ്പിക്കാൻ തയ്യാറായ സ്ഥലത്ത് നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടുകൊണ്ട് അവൻ വരവറിയിച്ചു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോർച്ചുഗലിൻ്റെ തെരുവോരം തൂത്തുവാരിയ ആ പയ്യനാണ് ഇന്ന് പോർച്ചുഗലിൻ്റെ ഭാവിയും ഭൂതവും വർത്തമാനവുമായി മാറിക്കഴിഞ്ഞത്. ഒന്നുമില്ലാതെ അലഞ്ഞു നടന്നിരുന്ന പോർച്ചുഗൽ എന്ന രാജ്യത്തിന് ഒരു മേൽവിലാസം നൽകി കൊടുത്തവനാണവൻ. യൂറോയും നാഷണൽ കപ്പും അവർക്കായി ചൂടിക്കൊടുത്ത ഒരേയൊരു പോരാളി. 2 പതിറ്റാണ്ടിലേറെ ഞങ്ങളെ വിസ്മയിപ്പിച്ച ഇതിഹാസങ്ങളെ, ഈ യൂറോയും കോപ്പയും അവസാനിക്കുമ്പോൾ പോർച്ചുഗലിൻ്റെയും അർജന്റീനയുടെയും മുന്നേറ്റത്തിൽ ചുവടുവെക്കാൻ ഇനി നിങ്ങൾ ഉണ്ടാകില്ല എന്ന വാസ്തവം ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളെ ഒരിക്കലും അനുവദിക്കുന്നില്ല. എങ്കിലും ഒന്ന് ഉറപ്പിച്ച് തന്നെ പറയാം, നിങ്ങളുടെ വിടവിന് ശേഷം ഫുട്ബോൾ ലോകം തീർത്തും ശൂന്യത നിറഞ്ഞതാണ്. هناك تغيير اضطراري لإصابة سامي خضيرة في الحركات الإحمائية وبالتالي تعويضه باللاعب رقم 23 كريستوف كرامير انطلاقا تشكيلة راقص التانجو منتخب الأرجنتين لحراسة المرمى روميرو رقم 4 من اليمين زاباليتا على اليسار روخو رقم 16 ميكيليس رقم 15 قلب الدفاع مع بينجاراي رقم 6 بيليا وسط ميدان ارتكاز دفاعي مع رقم 14 خبرات ماسكيرانو رقم 8 بيريز رقم 22 لابيتسي 10 ليونيل ميسي ورقم 9 غونزالو إيغوايين. تشكيلة الفريق الألماني لحراسة المرمى مانويل نوير. واليوم بعد ساعتين